ഓശാന എന്ന വാക്കിന്റെ അർത്ഥമെന്താണ്? നാഥ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക എന്നാണ് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം. ഓശാന ഞായർ എന്തിന്റെ പൂർത്തീകരണമാണ്? ഓശാന ഞായർ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഓശാന ഞായർ അല്ലെങ്കിൽ കുരുത്തോല ഞായർ വിശുദ്ധ ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. എല്ലാ സുവിശേഷക്കാരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ ജെറുസലേം പ്രവേശനം. കർത്താവിൻ്റെ ജെറുസലേം പ്രവേശനം പഴയ നിയമത്തിലെ ഒരുപാട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ലൂക്ക 19 28 അവൻ ഇത് പറഞ്ഞതിനു ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്ക് അരികിലുള്ള ബെത്ബഹ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവ 2 ശിഷ്യന്മാരെ കഴുതയെ അഴിക്കുന്നവനായി പറഞ്ഞുവിട്ടു. ഭൂമിശാസ്ത്രപരമായി നാം നോക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ കിഴക്ക് വശമാണ് ഈ ബെഥാനിയ എന്ന് പറഞ്ഞാൽ. ദൈവശാസ്ത്രപരമായി നാം ചിന്തിക്കുമ്പോൾ ഇത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൻ്റെ കിഴക്ക് വശത്തുകൂടി പ്രവേശിക്കുന്നത്? ക്രിസ്തു കിഴക്ക് വശത്തുകൂടി പ്രവേശിക്കുന്നത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കൃപാസനം. പുറപ്പാട് 25 ഇപ്രകാരം പറയുന്നു: കൃപാസനത്തിൽ 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ കൽപ്പനയാണ്. 22 കൃപാസനത്തിന് മുകളിൽ സാക്ഷ്യ പേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതായത് ഈ കെരൂബുകളുടെ നടുവിലാണ് ദൈവത്തിൻ്റെ മഹത്വം, ഷെക്കീന ഇറങ്ങി വരുന്നത്. ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ഇത്. പക്ഷേ ഈ സാന്നിധ്യം നഷ്ടപ്പെടുന്നുണ്ട്. ഈ മഹത്വം ദേവാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ മ്ലേച്ഛതയും വിഗ്രഹ ആരാധനയും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും അവിശ്വാസവും അന്ധവിശ്വാസവും കാരണം ഈ ഗ്ലോറി, ഈ മഹത്വം ദേവാലയത്തിൽ നിന്നും ഇറങ്ങി പോകുന്നു. ഹെസക്കിയേൽ പ്രവചനം 10 18 മുതൽ 19 വരെയുള്ള വാക്യം: കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ വാതിക്കൽ നിന്ന് പുറപ്പെട്ട് കെരൂബുകൾക്ക് മീതെ നിന്ന് ഞാൻ നോക്കി നിൽക്കെ, കെരൂബുകൾ ചിറക് വിടർത്തി ഭൂമിയിൽ നിന്നും ഉയർന്നു. അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ അവ നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അറയുടെ മുകളിൽ നിലകൊണ്ടു. ദൈവത്തിൻ്റെ മഹത്വം കിഴക്ക് വാതിൽ വഴി പുറത്തേക്ക് പോയി. ഹെസക്കിയേൽ പ്രവചനം വീണ്ടും പറയുന്നു. 44 1 തൊട്ട് 2 വരെയുള്ള വാക്യം: കിഴക്ക് ദർശനമായി നിൽക്കുന്ന വാതിലിലൂടെ ഈ പ്രവചനമാണ് പൂർത്തിയാകുന്നത്. സങ്കീർത്തനം 24 7 കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്ന് നിൽക്കുവിൻ.
മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. സങ്കീർത്തനം വ്യക്തമായി പറയുന്നു, മഹത്വം അതേ വാതിലൂടെ തന്നെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ജെറുസലേം ദേവാലയത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കുക വഴി രണ്ട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഒന്ന്, സമാധാനം. രണ്ട്, രക്ഷ. കഴുതപ്പുറത്ത് ക്രിസ്തു വരുന്നത് വഴി ക്രിസ്തു പ്രഖ്യാപിക്കുന്നു, ഞാൻ സമാധാനത്തിൻ്റെ രാജാവാണ് എന്ന്. ജെറുസലേം ദേവാലയത്തിൽ കാൽനടയായി വന്നുകൊണ്ടിരുന്ന ക്രിസ്തു ഈ പ്രത്യേക ദിവസം കഴുതപ്പുറത്ത് വരാനുണ്ടായ കാരണമെന്താണ്? സക്കറിയ 9-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യം. ശിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ഇതാ എൻ്റെ രാജാവ് കഴുതപ്പുറത്ത് വിനയത്തോടെ വരുന്നു. ക്രിസ്തു പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ കാത്തിരുന്ന മിശിഹായാണ് ഞാൻ. രാജാക്കന്മാർ 1-ാം പുസ്തകം 1-ാം അധ്യായം 33 മുതൽ 34 വരെയുള്ള വാക്യം. ദാവീദ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മകൻ സോളമനെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തി ഗീർ ഷോഹിയിലേക്ക് കൊണ്ടുപോവുകയും ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുവിൻ. നിങ്ങൾ ആർപ്പ് വിളിക്കുവിൻ, ദാവീദിൻ്റെ പുത്രൻ സോളമൻ നീണാൽ വാഴട്ടെ എന്ന്. രാജാവായ ദാവീദ് സേവകന്മാരോട് പറയുന്നുണ്ട്. ക്രിസ്തു ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിനെ നോക്കി വിളിക്കുന്നുണ്ട്, ഓശാന, ദാവീദ് പുത്രന് ഓശാന. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ജനം സങ്കീർത്തനം 118 ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്രകാരം വിളിച്ച് പറയുന്നത്. ഓശാന, ദാവീദ് പുത്രന് ഓശാന. സങ്കീർത്തനം 118-ാം അധ്യായം 26-ാം വാക്യം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് നമ്മുടെ ദൈവം. അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മര ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ. ബലി പീഠത്തിലേക്ക് നീങ്ങുവിൻ, ദേവാലയത്തിൻ്റെ ഉള്ളിലേക്കല്ല. ദേവാലയത്തിൻ്റെ ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ എന്നാണ് സങ്കീർത്തനം പറയുന്നത്. ക്രിസ്തു ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് ബലിപീഠം അന്വേഷിച്ചാണ്. യോഹന്നാൻ 12-ാം അധ്യായം പറയുന്നു, യേശു പെസഹായ്ക്ക് 6 ദിവസം മുൻപ് ബഥാനിയയിൽ എത്തി എന്ന്. അതായത് യഹൂദരുടെ നിയമമനുസരിച്ച് ഏകദേശം 4 ദിവസം മുൻപെങ്കിലും കുഞ്ഞാടിനെ അവർ ബലി അർപ്പിക്കാൻ എടുക്കുമായിരുന്നു. അങ്ങനെ ക്രിസ്തു സ്വയം ബലി അർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കുരിശാകുന്ന തൻ്റെ ബലിപീഠം അന്വേഷിച്ച് വരികയാണ്. ജെറുസലേമിലേക്കുള്ള ക്രിസ്തുവിൻ്റെ പ്രവേശനം ക്രിസ്തു കുരിശിലേക്ക് നടന്നു നീങ്ങുന്നതിൻ്റെ പ്രതീകമാണ്. അതായത് നമ്മുടെ രക്ഷ ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചീന്താൻ പോകുന്നു. ഈ ലോകത്തിലെ ക്രിസ്തുവിൻ്റെ ജീവിതം അവസാനിക്കുക ആണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ
അർത്ഥമാക്കുന്നത്. ഈ ഒരാഴ്ചക്കാലം ഈ വിശുദ്ധ വാരത്തിൽ ക്രിസ്തുവിൻ്റെ പീഡാ സഹനത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ രക്ഷയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. തൻ്റെ രക്തത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നൽകിയ രക്ഷയെക്കുറിച്ച് ധ്യാനിക്കാം. ഈ വിശുദ്ധ വാരത്തിൽ ക്രിസ്തുവിൻ്റെ പീഡാ സഹനത്തോട് നമ്മുടെ ജീവിതത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി വിശുദ്ധിയോടും കൂടി ഈ വാരത്തിൽ ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തന്റെ അനുഗ്രഹം ഇന്നും എന്നും എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ.